أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وصحابة أجمعين الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي صلوات الله وسلامه وتحياته ورحمته وبركاته عليك وعلى آلك وعلى عترتك وعلى أصحابك يا رسول الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل الله حق جهاده جزاك الله عنا وعن هذه الأمة أوفر الجزاء يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താലാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ കാര്യങ്ങൾ നമ്മൾ ഈ റമദാനിന്റെ പരിശുദ്ധിയിൽ തന്നെ പഠിക്കാൻ അവസരം ലഭിച്ചത്. അത് അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അങ്ങേയറ്റത്തെ സഹായമാണ്, അല്ലാതെ മറ്റൊന്നും അല്ല. നമുക്കതിൽ യാതൊരു വിധത്തിലുള്ള അർഹതയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയോ ഒന്നുമില്ല. എല്ലാം റബ്ബിന്റെ ഔദാര്യമാണ്. അവൻ അവന്റെ കലാമുമായി ബന്ധപ്പെട്ടത്, അഥവാ അവന്റെ ഖുർആൻ ഓത്തുകാരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അവന്റെ കുടുംബക്കാരെന്നാണ്. അഹ്ലുല്ലാഹ് അല്ലദീന യഖറഊനൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുന്നവരൊക്കെ അവന്റെ കുടുംബക്കാരായിട്ടാണ് അവൻ കാണുന്നത്, സ്വന്തം കുടുംബക്കാരായിട്ട്. അപ്പൊ തീർച്ചയായും നമ്മെ അവൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അവൻ തെരഞ്ഞെടുക്കുകയാണ് നമ്മെ അതിലേക്ക്. അപ്പൊ അത് വളരെ നന്ദിപൂർവം അത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് സിഫാത്തുൽ ഹുറൂഫിൽ അറബിയ്യ, സിഫാത്തുൽ ഹുറൂഫിൽ അറബിയ്യ, അറബി അക്ഷരങ്ങളുടെ സിഫത്തുകളാണ്, ഫീച്ചേഴ്സാണ്. അപ്പോ അത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അൽ മുതളാദ്ദ, ഗൈറു മുതളാദ്ദ. മുതളാദ്ദയും ഗൈറു മുതളാദ്ദയുമായി രണ്ടു വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു. മുതളാദ്ദയിൽ തന്നെ ഒന്നാമത്തത് അൽ ഹംസു, ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തത് അൽ ജഹ്റു, ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരാത്തത്. പിന്നെ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് 3, 4, 5 അടുത്ത സ്റ്റെപ്പിലുള്ളതാണ്. അശ്ശിദ്ദ, അർറഖാവ, അൽ ബൈനിയ. ഷിദ്ദ എന്ന് പറഞ്ഞാൽ ശബ്ദം ഒട്ടും ഒഴുകാത്തത്, റഖാവ എന്ന് പറഞ്ഞാൽ ശബ്ദം ഒഴുകുന്നത്, ബൈനിയ എന്ന് പറഞ്ഞാൽ ശബ്ദം അല്പം ഒഴുകുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ശബ്ദം ഒഴുകലും ഒഴുകാതിരിക്കലും നമുക്ക് ഫീൽ ചെയ്യുക സുക്കൂനിലാണ്. സുക്കൂനിന്റെ സമയത്താണ് ശബ്ദം ഒഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോ അതിനെ പറ്റിയ ഒരു സൂറ ആണ് സൂറത്തു അലം നശ്റഹ്, സൂറത്തു ശറഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا
فإذا فرغت فانصب وإلى ربك فارغب صدق الله العظيم. ഇവിടെ അലം നശ്റഹ് കണ്ടോ, നശ്റഹ് ഷീനും ഹാവും. ഷീനും ഹാവും എന്താണ്? ഷിദ്ദയാണോ റഖാവയാണോ ബൈനിയയാണോ? ഏതാ? ടൈപ്പ് ചെയ്തോളൂ വേഗം, സ്പീഡപ്പ്. അലം നശ്റഹ് ഷീനും ഹാവും, ഷിദ്ദ റഖാവ ബൈനിയ, ഏതാ? നോക്കി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് സിനഫ് ബൈനിയ. ഓക്കെ, മാഷാഅല്ലാ. അഷ്റഫ് സാബ്, ആയിഷ, മാഷാഅല്ലാ, അഹ്സൻതുമാ. ബൈനിയ ഇഖ്വാൻ അല്ലെങ്കിൽ റഖാവ, ഇഖു അല്ലെങ്കിൽ റഖാവ രണ്ടും പറയും. ബൈനിയക്ക് വേറൊരു പേരുണ്ട്, തവസ്സുത്ത്. അൽ ബൈനിയ അതിന്റെ മറ്റൊരു പേരാണ് അത്തവസ്സുത്ത്. അപ്പോ ബൈനിയല്ല ഇത്, റഖാവയാണ്, ഒഴുകണം. അലം നശ്റഹ് ഷീനും ഹാവും നന്നായി ഒഴുകി ഇങ്ങനെ വരണം. അതുപോലെ തന്നെ ലക സാദിറക്, സാദിറക് ദാൽ, ദാലിനോട് സുകൂൻ ഉണ്ടല്ലോ. ദാൽ ഏതാ വരാ? ബൈനിയ, റഖാവ, ഷിദ്ദ, ഏതാണ്? വേൻ ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, സമയമില്ല. സുഹാന, സുഹാന പറയുന്നത് റഖാവയാണെന്നാണ്. അല്ലല്ലോ, ഷിദ്ദയാണ് അല്ലെ? ഷിദ്ദയാണ്. അപ്പൊ സാദിറക്, സാദിറക് എന്ന് ഒഴുകൂല, സാദിറക് ബസ് ഒഴുകാത്ത അക്ഷരം. അങ്ങനെ ആ സൂറത്തിൽ ഓരോന്നും പരിഗണിച്ച് ഒന്ന് പരിശോധിക്കുക, ഏതൊക്കെയാണ് ഒഴുകുന്നത്, ഏതൊക്കെ കുറച്ച് ഒഴുകുന്നത്. ورفعنا لك ذكرك, ورفعنا അവിടെ ഐൻ ഏതാ? ഷിദ്ദ റഖാവ ബൈനിയ, ഐൻ. തവസ്സുത്ത് ബൈനിയയാണ്, തവസ്സുത്ത് അല്ലെങ്കിൽ ബൈനിയയാണ് അല്ലെ? അപ്പോ അങ്ങനെ ഓരോ അക്ഷരവും ആ സൂറത്ത് ഈ ഷിദ്ദ റഖാവ ബൈനിയ തുടങ്ങിയവ പഠിക്കാൻ പറ്റിയ ഒരു സൂറത്താണ്. ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ PDF ദൗറത്തുൽ ഖുർആൻ, റമദാൻ ദൗറത്തുൽ ഖുർആനിലെ ഉള്ള ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ? PDF. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. അടുത്തതായി നമ്മൾ പറയുന്നത്, സ്ക്രീന് കാണാമല്ലോ അല്ലെ? അശ്ശിദ്ദ അർ-റഖാവ ബൈനിയ കഴിഞ്ഞു. ഇനി അടുത്തത് അൽ ഇസ്തിഅല വൽ ഇസ്തിഫാൽ. അൽ ഇസ്തിഅല, അൽ ഇസ്തിഫാൽ. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ എന്താ? നാവിന്റെ മുരട് ഉയരുക. ഏതാണ് ഈ മുരട്? മുരട് എന്ന് പറഞ്ഞാൽ മുരട് എന്ന് പറഞ്ഞാൽ ബേസ്, ബേസ് ഓഫ് ദി ടങ്. ബേസ് ഓഫ് ദി ടങ്. ബേസ് ടങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാവിന്റെ ഉള്ളിലുള്ള പോർഷൻ, ഉള്ളിൽ നമ്മളെ ഫിറ്റ് ചെയ്ത ഭാഗം. നാവ് വായുടെ അങ്ങേ അറ്റത്തെ ഡീപ്പിലല്ലേ ഫിറ്റ് ചെയ്തത്, ആ ഫിറ്റ് ചെയ്ത ഭാഗത്തിനാണ് മുരട് എന്ന് പറയുന്നത്. അതെല്ലാത്തിന്റെയും മുരട് അങ്ങനെ, എല്ലാത്തിന്റെയും മുരട് അങ്ങനെയാണ്. പിന്നെ മരത്തിന്റെ മുരട് എന്ന് പറഞ്ഞാൽ എവിടെയാ?
വേരിന്റെ ഭാഗത്തിന് മുരട് എന്ന് പറയാം അല്ലെ. ബേസ്. സ്ക്രീനിൽ ആരും തോണ്ടി കളിക്കരുത് കേട്ടോ. ആരോ ഒരാൾ വര വരച്ചു കഴിഞ്ഞു. അപ്പോ നാവിന്റെ മുരട് ഉയരുക. നാവിന്റെ മുരട് ഉയർന്നാൽ ഇസ്തിഅലാ. നാവിന്റെ മുരട് ഉയരാതെ താഴ്ന്നു കടന്നാൽ ഇസ്തിഫാൽ. ഇസ്തിഅലാ, ഇസ്തിഫാൽ. എന്താ ഈ നാവിന്റെ മുരട് ഉയർന്നാ സംഭവിക്കുക? ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിലേ പറയൂട്ടോ എഴുത്തില്. പിന്നെ PDF-ൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സ്റ്റഡി മെറ്റീരിയലുകളിൽ ഓർമ്മിക്കാവുന്ന സാധനങ്ങൾ എഴുതി വെക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യേണ്ട സാധനമല്ല. നാവിന്റെ മുരട് ഉയരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉയരുന്നത് കൊണ്ട് സംഭവിക്കുന്നത്? നാവിന്റെ മുരട് ഉയരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം പോകാനുള്ള സ്ഥലം കുറയും. വായയുടെ മുകൾ ഭാഗം ഇതാണെന്ന് കൂട്ടിക്കോളി, നാവ് ഇതാണെന്ന് കൂട്ടിക്കോളി. അപ്പൊ നാവ് ഇങ്ങനെ ഉയരുമ്പോ ശബ്ദം ഇതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകണ്ടേ? ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ടതല്ലേ? അപ്പൊ നാവ് ഇങ്ങനെ ഉയരുമ്പോൾ ശബ്ദം പോകാനുള്ള ഗ്യാപ്പ് കുറയും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം വായയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ വായ നിറഞ്ഞ ശബ്ദം വരും. അപ്പൊ നാവിന്റെ മുരട് ഉയർന്ന് വായ നിറഞ്ഞ വണ്ണമുള്ള ശബ്ദം വരും ഈ അക്ഷരങ്ങളിൽ. അതാണ് ഇസ്തിഅല എന്ന് പറയുന്നത്. നാവിന്റെ മുരട് ഉയർന്നു നിന്ന് വായ നിറയുന്ന ശബ്ദത്തിൽ, വണ്ണിച്ച ശബ്ദത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കണം. അത് 7 അക്ഷരങ്ങളാണ്. 7 അക്ഷരങ്ങൾ. ഈ 7 അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഈ 7 ബാക്കി 21 അക്ഷരങ്ങളും ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. അതിൽ റാഇനും ലാമിനും ചില സമയങ്ങളിൽ ഈ ഇസ്തിഅല തഫ്ഖീം ഒക്കെ വരും. അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. അത് ഇസ്തിഅലാനെ കുറിച്ച് പറയാം. നാവിന്റെ മുരട് ഉയർത്തുന്ന 7 അക്ഷരങ്ങൾ. ഒന്ന് ഖാ. അപ്പൊ ഖാ എന്നാണ് പറയുന്നത്. ഖാ, നാവിന്റെ മുരട് ഉയർന്നു, വായ നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സീരിയസ് ആയിട്ടുള്ള ഒരു ശബ്ദം വന്നു. നാവിന്റെ മുരട് ഉയർന്ന് വായ നിറഞ്ഞ ഒരു പ്രത്യേക ഒരു സീരിയസ് സൗണ്ട്, വോയിസ് ആണ് വരുന്നത്. ഖാ. ഇത് തെറ്റാണ്. എങ്ങനെ? ഖാ. وإذا خاطبهم الجاهلون قالوا سلاما. അനുമതിയാൽ തെറ്റാണ്. وإذا خاطبهم الجاهلون قالوا سلاما. തെറ്റാണ്. وإذا خاطبهم الجاهلون قالوا سلاما. وإذا خاطبهم الجاهلون قالوا سلاما. وإذا خاطبهم الجاهلون قالوا سلاما. خاطبهم الجاهلون قالوا. കട 3 അക്ഷരങ്ങൾ അവിടെ വന്നു ഇസ്തിഅലാഇന്റെ. ഖുസ്സല്ലഹുത്തിൻ ഖാ വന്നു, ഖാ വന്നു, ഖാഫ് വന്നു. وإذا خاط. خاط അത് ഖാത എന്ന് പറഞ്ഞാൽ തെറ്റി. ഖാത. ഖുർആൻ ഓതുമ്പോൾ മുന്നോട്ട് പോവില്ല, അവിടെ നിർത്തിക്കും. അവിടെ നിർത്തിച്ചിട്ട് ശരിയാക്കിട്ട് പോയാൽ മതി എന്ന്. ഖാത അല്ല, ഖാത. ഖാതബഹുമുൽ ജാഹിലൂന. وإذا خاطبهم الجاهلون قالوا سلاما. قالوا سلاما. قالوا. ഇതാണ് വായ നിറയുക എന്ന് പറയുന്നത്. ഇനി ഇത് തെറ്റിയാൽ എങ്ങനെ? നേരത്തെ പറഞ്ഞു. وإذا خاطبهم الجاهلون قالوا. خاتقا. خاطقا. خاطقا.
خاطبهم الجاهلون قالوا سلاما وإذا خاطبهم الجاهلون قالوا سلاما. തെറ്റാണ്. മനസ്സിലായല്ലോ? മനസ്സിലായവരൊക്കെ ഒന്ന് യെസ് എന്ന് ടൈപ്പ് യെസ്. മനസ്സിലായവരൊക്കെ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. മുബീന, സൈഫുൻ, സയ്യിദ് അബൂബക്കർ, റഹ്മ, ഷാഹിന, ഐഫോൺ, നാജില, അബ്ദുസലാം, ജംഷീന. അറിയുന്നവരാണ് കൂടുതൽ, എന്നാലും അത് പ്രയോഗവൽക്കരിക്കണം. എത്ര അറിഞ്ഞു 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 പറഞ്ഞിട്ട് കാര്യമില്ല. ഓതുമ്പം വരണം. ഓതുമ്പം ഈ ഇസ്തിഅല വരണം. അത് മാറി മാറി ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇസ്തിഅലാന് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പൊ ഒന്ന് ഹാ, മറ്റൊന്ന് സ്വാദ്, അടുത്തത് ളാദ്, നെക്സ്റ്റ് ഗൈൻ, ഗൈൻ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഗൈരിൽ. അടുത്തത് ത, അടുത്തത് ഖാഫ്, അടുത്തത് ലാ. 7 അക്ഷരങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഇസ്തിഅലാന്റെ മുസ്തഅലിയായ അക്ഷരങ്ങൾ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇസ്തിഅലാന്റെ അക്ഷരം ഇസ്തിഫാലിന്റെ അക്ഷരമൊക്കെ വന്നു. ഇസ്തിഅ കൊടുക്കുന്നില്ലെങ്കിൽ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തെറ്റാണ്. ഇനി ഇസ്തിഫാലിലേക്ക് വന്നാലോ, 21 അക്ഷരങ്ങളുണ്ട്. ثبت عز من يجود حرفه إذ سل شكا. ثبت عز من يجود حرفه إذ سل شكا. ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ നേരിയ ശബ്ദത്തിൽ നാവൊക്കെ താഴെ വെച്ച് റിലാക്സ്ഡ് ആയിട്ട് പറയേണ്ട അക്ഷരങ്ങളാണ്. റിലാക്സ്ഡ് ആയിട്ട് തന്നെ എല്ലാ അക്ഷരവും പറയേണ്ടത്. എവിടെ നമ്മൾ സ്ട്രെസ് എടുക്കുന്നു, സ്ട്രെയിൻ എടുക്കുന്നു, അക്ഷരം തെറ്റിപ്പോകും. അപ്പൊ ഇവിടെ തെറ്റ്. ആദ്യം പറഞ്ഞ ശരി, ഇത് തെറ്റ്. കണ്ടോ, ആദ്യം പറഞ്ഞ ശരി, രണ്ടാമത് പറഞ്ഞ തെറ്റ്. സബത ശരി, തെറ്റ്. സബത ശരി, തെറ്റ്. إياك نعبد وإياك نستعين എന്നോട് തെറ്റാണ്. إياك نعبد وإياك نستعين ശരിയാണ്. مالك يوم الدين ശരിയാണ്. مالك يوم الدين തെറ്റാണ്. الحمد لله رب العالمين ശരിയാണ്. الحمد لله رب العالمين തെറ്റാണ്. ഇങ്ങനെ ശരിയും തെറ്റും മനസ്സിലാക്കി വെക്കണം. അപ്പൊ റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്നുള്ളത് റബ്ബിൽ ആലമീൻ എന്നോതും പലരും തെറ്റാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ അതാണ് ശരിയും തെറ്റും. യാ അയ്യുഹല്ലദീന ആമനൂ അങ്ങനെ ഇതൊരു എണ്ണയിട്ട യന്ത്രം പോലെ നാവിൽ നിന്നും ഇങ്ങനെ വരണം. നാവിൽ നിന്ന് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒഴുകണം അതിന്റെ യഥാർത്ഥ സ്വഭാവം. സൂറത്തുൽ ഫാത്തിഹ വരുന്നു, അതിൽ ഇസ്തിഅലാന്റെ അക്ഷരം വരും, ഇസ്തിഫാലിന്റെ അക്ഷരം വരും. അതൊന്നും ഓത്തിനെ ബാധിക്കൂല. നല്ല എല്ലാം അതിൻ്റെതായ രൂപത്തിൽ അവിടെ വരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. അപ്പൊ ഇസ്തിഫാല ഇങ്ങനെ മാറി മറിഞ്ഞും വരും. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ഓതുക. അതില് ഷിദ്ദ വരും, റഖാവ് വരും, ബൈനിയ വരും, അതും ശ്രദ്ധിക്കുക. ഹംസ് വരും, ജഹർ വരും, അതും ഓത്തിൽ വരണം. അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സുന്ദരമായ ഒരു അവസ്ഥയാണ് ഈ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. അത് നമ്മളെ സാധാ സംസാരം പോലെ ഒന്നുമല്ല. അതിന് പ്രത്യേക ശൈലി, ഒരു മട്ടവും അതിന്റെ ഒരു രീതി ശാസ്ത്രമൊക്കെ. അൽഹംദുലില്ലാ, അങ്ങനെ വരണം. ഇനി എട്ടാമത്തതിലേക്ക് വന്നാൽ അൽ ഇത്ബാഖു വൽ ഇൻഫിതാഹു 8, 9. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഇസ്തിഫാല് പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിന്റെ മുരട്, ബേസ് ഓഫ് ദി ടങ് ഷുഡ് ബി അപ്ലിഫ്റ്റഡ്. ഇത് നാവിന്റെ മധ്യം ഉയരലാണ്. മിഡിൽ ടങ് ടു ബി അപ്ലിഫ്റ്റഡ്. നാവിന്റെ മധ്യം മുകളിലേക്ക് ഉയർന്നു നിൽക്കുക. ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ നാവിന്റെ മധ്യം താഴെ തന്നെ നിൽക്കുക. അഥവാ ഇസ്തിഅലാഉം കഴിഞ്ഞ് കുറച്ചും കൂടി ഗൗരവമുള്ളതാണ് ഇത്തുബാഖ്. ഇത്തുബാഖുള്ള അക്ഷരങ്ങൾക്കൊക്കെ ഇസ്തിഅല ഉണ്ടാവും. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിന്റെ മുരട് മാത്രം ഉയരുന്നതാണ്. ഇത്തുബാഖ് എന്ന് പറഞ്ഞാൽ ഇത്തുബാഖിന്റെ അക്ഷരങ്ങളിൽ അപ്പൊ നാവിന്റെ മുരട് ഉയരും, നാവിന്റെ മധ്യവും ഉയരും. അത് ഭയങ്കരാണ്. അത് ഭയങ്കരമാക്കപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പം ഈ 4 അക്ഷരങ്ങളും മുത്തുബക്കായ അക്ഷരങ്ങൾ എന്ന് പറയും. തുബാക്കുള്ള അക്ഷരം അതിന്റെ അർത്ഥം മുത്തുബക്കായ അക്ഷരങ്ങളാണ്. ഈ 4 അക്ഷരങ്ങളിൽ നാവിന്റെ മുരട് ഉയരണം, നാവിന്റെ മധ്യ ഉയരണം. ഇസ്തിഅലാഉം ഉണ്ട്, തുബാഖും ഉണ്ട്. അപ്പൊ ഇതിന് ഈ വണ്ണിച്ച ശബ്ദം, വായ നിറഞ്ഞ ശബ്ദം ഒന്നുകൂടി കൂടുതലായിരിക്കും. വായ നിറഞ്ഞ ശബ്ദം ഒന്നുകൂടി സീരിയസ് ആയി കൂടുതലായിരിക്കും. സുബ്ഹാനല്ലാഹ്. സിറാത്തൽ ലദീന വന്നാശിഖാതി നശ്താ. അതുപോലെ തന്നെ വഅമിലുസ്സാലിഹാതി വഅമിലുസ്സാലിഹാതി വസ്സാദ് വലദ്ദാല്ലീൻ. അങ്ങനെ ഈ അക്ഷരങ്ങൾക്ക് ഇത്ബാഖ് ഉണ്ട്. ഇൻഫിതാഹ് എന്ന് പറഞ്ഞാലോ നാവിന്റെ മധ്യം താഴ്ന്നു നിൽക്കുന്നു, ഉയരാത്ത. മൻ അഖദ വജദ സഅതൻ ഫസക്ക ഹഖ ലഹു ശുർബു ഗൈസ്. ഇതിൽ ഇസ്തിഅലായിൽപ്പെട്ട 3 അക്ഷരം ഇതിലുണ്ടാവും. കാരണം അതില് നാവിന്റെ മധ്യം ഉയരുന്നില്ല. ഏതൊക്കെയാണ്? ഖാ, ഖാഫ്, അതുപോലെ തന്നെ ഗൈൻ. ആ ഖാദയിൽ ഖാ ഉണ്ട്, ഹഖ് എന്നതിൽ ഖാഫ് ഉണ്ട്, ഗൈസിൽ ഗൈൻ ഉണ്ട്. ഈ 3 അക്ഷരത്തിൽ നാവിന്റെ മധ്യം ഉയരുന്നില്ല. അതുകൊണ്ട് അത് ഇൻഫിതാഹിലാണ് വരിക. മൻ അഖദ വജദ സഅതൻ ഫസക്ക ഹഖ ലഹു ശുർബു ഗൈസ്.
അങ്ങനെയാണ് വരിക. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത്ബാഖും ഇൻഫിതാഹും. സംശയങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഗൈർ മുതദാദയായ സിഫാത്തുകളിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗൈർ മുതദാദ, മുതദാദ, ഗൈർ മുതദാദ. അഥവാ ഇതുവരെ നമ്മൾ പറഞ്ഞത് കാറ്റ് വരുന്നത്, വരാത്തത് ഒന്ന് പറയും, എന്നിട്ട് അതിന്റെ എതിര് സിഫത്തും പറയും അല്ലെ. ശബ്ദം ഒഴുകുന്നത്, ഒഴുകാത്തത്. നാവിന്റെ മുരട് ഉയർത്തി വായ നിറഞ്ഞ ശബ്ദത്തിൽ ഓതുന്നത്, നാവിന്റെ മുരട് താഴ്ത്തി നേരിയ ശബ്ദത്തിൽ ഓതുന്നത്. നാവിന്റെ മധ്യം ഉയർത്തി വണ്ണിച്ച ശബ്ദത്തിൽ ഓതുന്നത്, നാവിന്റെ മധ്യം താഴ്ത്തി ഒരൽപ്പം വായ നിറയിൽ കുറഞ്ഞ രൂപത്തിൽ ഓതുന്നത്. ഒക്കെ എതിർ സിഫത്തുകളുള്ള. ഇനി പറയാൻ പോകുന്നതിൽ എതിർ സിഫത്തുകളില്ല, ഒറ്റ സിഫത്തുകൾ ഇങ്ങനെ പറഞ്ഞത്. ഒന്ന് ഖൽഖല, നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിച്ചതാണ്. എന്താണ് ഖൽഖല? അക്ഷരം ഉച്ചരിച്ച ഉടനെ മഖ്റജിൽ നിന്ന് പിൻവലിയുക വഴി മുഴക്കം ഉണ്ടാവുക. ഈ മുഴക്കം എന്നാണ് കാര്യമായിട്ട് ആളുകൾ ഖൽഖലക്ക് പറയുക. അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. എന്താണ് അതിന്റെ പ്രോസസ്, എന്താണ് ചെയ്യേണ്ടത് അവിടെ? ഖൽഖല ഇത് നേരത്തെ നമ്മള് ഷിദ്ദ, റഖാവ, ബൈനിയൊക്കെ പറഞ്ഞ മാതിരി സുക്കൂനുള്ള സ്ഥലങ്ങളിലാണ് ഖൽഖല ഉണ്ടാവുക. സുക്കൂനുള്ള സ്ഥലങ്ങളിൽ. എല്ലാ സ്ഥലത്തും ഖൽഖല ഇല്ല എന്നല്ല, സുക്കൂനുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക, വ്യക്തമാവുക. ഖൽഖല എന്ന് പറഞ്ഞാൽ അക്ഷരം ഉച്ചരിച്ച ഉടനെ മഖ്റജിൽ നിന്ന് പിൻവലിയുക. അക്ഷരം ഉച്ചരിച്ച ഉടനെ മഖ്റജിൽ നിന്ന് പിൻവലിക്കുക. അവ മുഴക്കുണ്ടാവുന്നു. ഉദാഹരണത്തിന് ഇവിടെ ഖുതുബു ജദ്ദിൻ 5 അക്ഷരാണ്. ഖാഫ്, ഖാ, ബാ, ജീം, ദാൽ. എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ മുന്നേ ഹംസയും ഫത്ഹ ഇട്ട് കൊടുക്കുക. ഒന്ന് ആഖ്, ആഖ് പറയൂ. ആഖ്, ഹംസ ഫത്ഹ, ഖാഫ് സുക്കൂൻ, ആഖ്. അവിടെ പിൻവലിക്കാതിരുന്നാൽ അക് എന്നേ വരുള്ളൂ. അക് മഖ്റജിൽ തന്നെ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് അസ് എന്നൊക്കെ പറയും പോലെ അൽ എന്ന് പറയുന്ന അൽ, അല് എന്ന് പറയോ? ഇല്ല, പറയാൻ പാടില്ല. അതുപോലെ തന്നെ അം, മീമ്, അം, അത് അമ്, അമ് എന്ന് പറഞ്ഞാൽ ഖൽഖലയായി. ഖൽഖല ഇല്ലല്ലോ, അപ്പൊ അം എന്നാ ഉച്ചരിക്കണം. എന്നാലോ ബ ഓ അബ്, ഖൽഖല വേണം. അപ്പൊ അബ് എന്നേ പറയാൻ ഒക്കത്തുള്ളൂ, അല്ലാതെ അബ് എന്ന് പറയില്ല. അബ് എന്ന് പറയില്ല, അബ്. ഇതാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മഖ്റജിൽ തന്നെ വെക്കുകയാണെങ്കിൽ എങ്ങനെ പറയാ? അബ്. ഹോൾഡ് ചെയ്യാന്ന് പറയാം അല്ലെ. മറ്റേ റിലീസ് ചെയ്യാം. ഹോൾഡ് ചെയ്യാൻ പറ്റൂല, കാരണം ഖൽഖലയുടെ അക്ഷരമാണ്. അപ്പൊ റിലീസ് ചെയ്യണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് അങ്ങനെ ഓതാൻ പറ്റൂല. അത് അത്ര ഉദ്ദേശമുള്ളൂ. ഖാഫ് വൽ ഖുർആനിൽ മജീദ് വസ്സമാഇ ദാതിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഇങ്ങനെ ഖൽഖലയാണ് അക്ഷര ആയത്തുകളുടെ അവസാനത്തിൽ. വസ്സമാഇ ദാതിൽ ബുറൂജ് ഓതിയാൽ തെറ്റാണ്.
ബുറൂജ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബുറൂജ് എന്ന് ഓതണം. അതാണ് കൽക്കല. ഇനി രണ്ടാമത്തെ ചക്കിരീർ. ചക്കിരീർ. ചക്കിരീർ എന്ന് പറഞ്ഞാൽ എന്താ? റാ ഉച്ചരിക്കുമ്പോൾ നാവ് ഒന്നോ രണ്ടോ, തുണയല്ല കേട്ടോ, തവണ, ഒന്നോ രണ്ടോ തവണ പിടക്കുക. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അത്. റാ ഉച്ചരിക്കുമ്പോൾ നാവ് ഒന്നോ രണ്ടോ തവണ ഒന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, വിറപ്പിക്കുക. അമിതമാകരുത്, അമിതമായ വലിയ വിഷയം. അപ്പൊ റോ എന്ന അക്ഷരം പറഞ്ഞു നോക്കുക. റോ എന്നത് റോ കണ്ടോ, ചെറിയ ഈ നാവ് ഒന്നിങ്ങനെ പെടക്കുന്നുണ്ട്. ആ പെടക്കല് നിർബന്ധ. പഠിച്ചിട്ടില്ലെങ്കിലോ എന്നേ ആവുള്ളൂ. മഴയുടെ വാഴ, വാഴപ്പഴം. നല്ല മഴയത്ത് വാഴപ്പഴം കഴിക്കാം. ഈ പറഞ്ഞ ഉണ്ടല്ലോ, ആ പറയും പോലെ ആയിപ്പോ. അത് നാവ് പെടക്കായിട്ടാണ്. റോ റോ ഒന്ന് പെടുക്കണം. കൂടുതലാവരുത്. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ ഒരു 10-13 റാ ഒരുമിച്ച് വന്നു. ഇനിയിപ്പോ റാന്റെ സമ്മേളനം നടത്താവുന്നതേ ഉള്ളൂ. കുറെ റാ എത്തിയാൽ റാ അങ്ങനെ പറ്റൂല. എന്നല്ല. പക്ഷെ എന്ന് പറയാൻ കഴിയുന്ന ആളുകൾക്ക് റാ ഉച്ചരിക്കാൻ കഴിയുള്ളൂ. എന്ന് പറയാൻ കഴിയണം. അപ്പൊ ഒരാള് ആകുന്നുള്ളൂങ്കിൽ അയാൾക്ക് എന്നേ വരുള്ളൂ, റാ വരില്ല. അപ്പൊ നാവിന്റെ തലയുടെ മുതുക് എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. തല, മേലെ മുൻപല്ലിന്റെ ഊനിൽ വെക്കണം അല്ലെ. ഊന് ന എന്ന് പറയുന്ന അതേ സ്ഥലം തന്നെയാണ് ഊന്. റോ അവിടെ വെക്കണം. എന്നാൽ കുറച്ച് ഉള്ളോട്ട് പോയി കുഴിയിൽ കൊണ്ടുപോയി വെച്ചാൽ എന്നാകും. അങ്ങനെ വെക്കരുത്. അപ്പൊ അതാണ് തക്ബീർ. വളരെ സിമ്പിളാണ്. ഒറ്റ അക്ഷരേ ഉള്ളൂ. റാ എന്ന് മാത്രമേ തക്ബീർ ഉള്ളൂ. അടുത്തത് തഫഷി. മൂന്നാമത്തത് തഫഷി. എന്താ തഫഷി എന്ന് പറഞ്ഞാൽ? ഷീൻ ഉച്ചരിക്കുമ്പോൾ മുൻപല്ലിലേക്ക് സമൃദ്ധമായി കാറ്റ് പറക്കുക. അപ്പൊ ഇതിന് ഹംസും ഉണ്ട്, ഷീനിനെ ഹംസും ഉണ്ട്, തഫഷിയും ഉണ്ട്. ഡബിൾ കാറ്റാണ്. ഹംസ് മാത്രം പറ തഫഷി പറയുമ്പോ തന്നെ തഫഷി. കണ്ടോ? വശംസി വദുഹാഹ, വശംസി വദുഹാഹ. അങ്ങനെ. ലശംസു യംബഗി ലഹാ, ലശംസു യംബഗി ലഹാ, വശംസു